ഈ പുതിയ വർഷത്തിലേക്ക് കേരളം കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ മലയാളികൾക്ക് നൽകുന്ന പുതുവത്സര സമ്മാനമാണ് കെ സ്മാർട്ട്. നവകേരളത്തിലേക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പാണ്. നവകേരള നിർമ്മിതിയിലെ നിർണായകമായ ഒരു പുതിയ ചുവടുവെപ്പാണ് കെ സ്മാർട്ട് എന്നത്. കെ സ്മാർട്ട് യാഥാർത്ഥ്യമാവുന്നതോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിലെത്തുകയാണ്. ഇന്നു മുതൽ നഗരസഭകളുടെ സേവനങ്ങളെല്ലാം ഓൺലൈനാവും. ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തുകളുടെ സേവനങ്ങളെല്ലാം ഓൺലൈനാവും. ഏതെല്ലാം സേവനങ്ങളാണ് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. എല്ലാ സേവനങ്ങളും, ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ, ബിൽഡിംഗ് പെർമിറ്റുകൾ, വ്യാപാര വ്യവസായ ലൈസൻസുകൾ തുടങ്ങി എന്തെല്ലാം ജനങ്ങൾക്ക് ലഭ്യമാണോ അതെല്ലാം ഓൺലൈനാവുകയാണ്. 300 സ്ക്വയർ മീറ്റർ വരെയുള്ള ബിൽഡിംഗ് പെർമിറ്റ് 30 സെക്കൻഡിനകത്താണ് ലഭിക്കുന്നത്. 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ചട്ടപ്രകാരം അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചാൽ സിസ്റ്റം തന്നെ അത് ചട്ടപ്രകാരമാണോ എന്ന് വെരിഫൈ ചെയ്ത് വിജയകരമായി അപേക്ഷ സമർപ്പിച്ചാൽ 30 സെക്കൻഡിൽ പെർമിറ്റ് ലഭിക്കും. സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം, വാട്സാപ്പിലും ഇമെയിലിലും ലഭിക്കും. വിവാഹ രജിസ്ട്രേഷൻ, വധുവും വരനും എവിടെയാണോ ഉള്ളത്, ലോകത്തെവിടെയാണോ അവിടെ ഇരുന്ന് വീഡിയോ കോൾ വഴി വിവാഹ രജിസ്ട്രേഷൻ നടത്താം. ഇതൊക്കെ ഇതിൻ്റെ ചില പ്രത്യേകതകളാണ്, പ്രാധാന്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതുവഴി ഒരിക്കൽ കൂടി കേരളം ഇന്ത്യക്ക് മാതൃകയാവുകയാണ്. ഇപ്പോൾ കെ ഫോൺ കേരളം സൃഷ്ടിച്ചൊരു പുതിയ മാതൃകയാണ്. മിതമായ നിരക്കിൽ എല്ലാവർക്കും അതിവേഗ ഇൻ്റർനെറ്റ്. കെ സ്മാർട്ട് വരുമ്പോൾ എല്ലാ സേവനങ്ങളും ഓൺലൈനായി മാറുന്നു. അടുത്ത ചുവടുവെപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനകം തന്നെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞതാണ്. കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരരല്ലാത്ത ആളുകളെയെല്ലാം ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിക്കാനും ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുമുള്ളതാണ്. എല്ലാവരും ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതോടെ കെ സ്മാർട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻ എല്ലാവർക്കും സ്വന്തം നിലയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത പരിശ്രമം ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. വലിയ മുന്നൊരുക്കങ്ങൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. ഞാൻ അതുകൂടി ഇവിടെ വളരെ ഹ്രസ്വമായിട്ടൊന്ന് സൂചിപ്പിക്കട്ടെ. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സെക്രട്ടറിമാർക്ക്, പ്രത്യേകിച്ച് നഗരസഭാ സെക്രട്ടറിമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. നഗരസഭകളിലെല്ലാം ഇതിനാവശ്യമായ ഹാർഡ്വെയർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മുന്നൊരുക്കങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. നാം പെട്ടെന്ന് ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറുകയാണ്. കേരളത്തിലെ പഞ്ചായത്തുകളിൽ 200 ചില്ലാനം സേവനങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനാണ്. പക്ഷേ നഗരസഭകളിൽ ഓൺലൈൻ സംവിധാനമേ നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൊടുന്നനെയുള്ള മാറ്റമാണ് സർക്കാർ തീരുമാനിച്ചത്. തൽക്കാലം ചില നിർദ്ദേശങ്ങൾ വന്നു. മാനുവലും ഓൺലൈനും ഒരേ സമയമാവാം, അത് വേണ്ട എന്നാണ് തീരുമാനിച്ചത്. നേരെ ഓൺലൈൻ സേവനങ്ങളിലേക്ക് കടക്കാനാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് നിശ്ചയിച്ചത്. അപ്പോൾ വരാനിടയുള്ള ചില പ്രശ്നങ്ങളുണ്ട്, നമ്മൾ മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ടാവും. അതിനുവേണ്ടി എല്ലാ നഗരസഭകളിലും ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കും. അതിന് സാങ്കേതിക പരിജ്ഞാനമുള്ള ഐകെഎമ്മിൻ്റെ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ നഗരസഭകളിലും ജീവനക്കാരെ കുറച്ച് കാലത്തേക്ക് സഹായിക്കാൻ മറ്റൊരു സാങ്കേതിക ടീമിനെയും വിന്യസിച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് 10 പേരുടെ സേവനം ഈ തുടക്കത്തിൽ നഗരസഭകൾക്ക് ഒരു പിന്തുണ എന്ന നിലയിൽ നൽകുന്നുണ്ട്. മുൻകൂട്ടി കാണാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ഐകെഎമ്മിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മുന്നൊരുക്കങ്ങൾ ഇതിന് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ആണെങ്കിലും നാം പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് പോവുകയാണ്. പിന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. മിക്കവാറും നഗരസഭകളിലെ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയാണ് ഉള്ളത്. നാളെ മുതൽ ഈ സേവനം പൂർണ്ണമായിട്ടും എല്ലാവർക്കും ലഭിച്ചു തുടങ്ങും. കാരണം ഇതിൻ്റെ അവിടെ നടത്തേണ്ട ചില ക്രമീകരണങ്ങളുണ്ട്. അത് ഉദ്ഘാടനത്തിന് ശേഷമേ നടത്താനാവൂ എന്നതുകൊണ്ട്
തുടക്കത്തിൽ പൊടുന്നനെയുള്ള ഒരു മാറ്റമായതുകൊണ്ട് ചില ചെറിയ പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷേ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായും ഐക്യമം, തദ്ദേശ വകുപ്പും നഗരസഭകളും സജ്ജമാണ് എന്ന് ഞാൻ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ മാധ്യമങ്ങളെല്ലാം ജാഗ്രതയോടെ ഇരിക്കുന്നതാണ്, വാർത്തകൾക്ക് വേണ്ടി മത്സരിക്കുന്നവരാണ്. അപ്പോൾ കൊട്ടിഘോഷിച്ച കേസ് സ്മാർട്ടിന് ഇങ്ങനെ പ്രശ്നം വന്നു എന്നൊക്കെ വാർത്ത ചിലപ്പോൾ കൊടുത്തേക്കാം. അതുകൊണ്ട് സ്വാഭാവികമാണ്, ഒരു പുതിയ വലിയ മാറ്റം നമ്മൾ വരുത്തുകയാണ്. ചെറിയ പ്രശ്നങ്ങൾ വന്നേക്കാം, വന്നാൽ അപ്പോൾ പരിഹരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി ഇവിടെ പറയേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ നടപ്പാക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. കർണാടകയുമായി ഇന്ന് MOU ഇവിടെ വെച്ച് തന്നെ ഒപ്പുവെക്കുന്നുണ്ട് എന്ന സന്തോഷകരമായ കാര്യവും ഞാനിവിടെ അറിയിക്കുകയാണ്. ഐകെഎമ്മിന് ഒരു വലിയ ദേശീയ അംഗീകാരമാണ് കേസ് സ്മാർട്ടിലൂടെ ലഭിച്ചിട്ടുള്ളത്. നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ അതിൻ്റെ പാർട്ട്ണറായി ഐകെഎമ്മിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് ഐകെഎമ്മിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ്. അതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള ഏജൻസികളെ എംപാനൽ ചെയ്തപ്പോൾ രാജ്യത്ത് എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസി ഐകെഎം ആണ് എന്നതും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കോർപ്പറേറ്റ് കാര്യക്ഷമതയെ വെല്ലുന്ന കാര്യക്ഷമതയോടെ എങ്ങനെ ഒരു സർക്കാർ ഏജൻസിക്ക് നേട്ടം കൈവരിക്കാം എന്നതുകൂടിയാണ് ഇവിടെ ഐകെഎം തെളിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഒരു സന്തോഷകരമായ കാര്യം കൂടി ഞാനിവിടെ അറിയിക്കട്ടെ. ഐ എം ഹാപ്പി ടു ഇൻഫോം യു ദ പ്രസൻസ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോകോൾ. It's a foundation, non-profit foundation run by a Switzerland-based foundation. The IPC is a non-profit foundation based in Switzerland. So they have expressed their interest to support us in making the K-Smart application more cost-effective and more effective. So this will open up new opportunities for the state of Kerala. So I am very happy to announce that Mr. Shashi Shekhar, representative of Internet Computer Protocol, is here with us. അപ്പോൾ കേസ് സ്മാർട്ടിന് കിട്ടുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഇതെല്ലാം. ഈ കേസ് സ്മാർട്ട് മലയാളികളുടെ ഇനിയുള്ള ജീവിതത്തെ കൂടുതൽ അനായാസമാക്കി മാറ്റും, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റും, സേവനങ്ങൾ ലഭ്യമാക്കുന്നത് വേഗത്തിലും സുതാര്യതയിലും അഴിമതിരഹിതവുമായി മാറ്റും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തു എന്ന പരാതി ഇനി കേരളത്തിൽ ഉയർന്നു വരില്ല. അതിന് കേസ് സ്മാർട്ട് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം സൃഷ്ടിക്കും. ബട്ടണിൽ അമർത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു.